സോ ഗൈസ് അങ്ങനെ കുറേ നേരത്തെ സമയം കൊണ്ട് നമ്മൾ ഈ റൂമിൻ്റെ ഫുൾ പരിപാടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ 2 സോഫ ഇട്ടു. നമ്മൾ ഡെസ്ക് അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇതൊന്ന് ഫിനിഷാക്കി എടുക്കേണ്ടത് തന്നെ. പിന്നെ ഇതിൻ്റെ പുറത്തൊന്നും നമ്മൾ പെയിൻ്റ് അടിക്കാത്തതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വാഷ്റൂം, ഇത് ചെറിയൊരു ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ റൂം ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ ഓളോ പോയി. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ, കൊള്ളാടെ. അപ്പോൾ നമ്മുടെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ റൂം ഓപ്പൺ ചെയ്യാൻ പോവാണ് ഗായ്സ്. നമ്മൾ നേരത്തിന് ശേഷം സാധനം കണ്ടെത്തി. ഇവിടെ തുറന്നു കഴിയുമ്പോഴത്തുണ്ട് ഇവിടെ മോട്ടൽ അങ്ങനെ ഓരോന്ന് കണ്ടു ഗൈസ്. അതിനകത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ടില്ല, അപ്പോഴാണ് ഓപ്പൺ ഉണ്ടാവുക. ഇത് ഞാൻ കുറേ നേരം തപ്പി കിട്ടി. ഓക്കെ, ഇവരൊക്കെ ഉറങ്ങാൻ വന്നവരാന്ന് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞില്ല. നോക്കട്ടെ, ഇങ്ങനെ കൊടുക്കണം. കിട്ടിയോടെ പൈസ? ഓക്കെ, അത് റെൻറ്റിന് പോയി. റൂം ഓർഡറൊക്കെ ഏത്താ മോനെ. കിട്ടൂല ബ്രോ ഇനിയില്ല ബ്രോ, ഇനി ഒരെണ്ണം തുറക്കണം ബ്രോ. ബ്രോ എൻ്റെ മോനെ വളരെ തിരിക്കാട്ട് വരുന്നു. വണ്ടി കൊണ്ടുവരുന്നു. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അല്ലേ? ഓക്കെ, മോട്ടർ തുറക്കാൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഗൈസ്. അപ്പോൾ കളി മനസ്സിലാക്കി നേരെ എടുക്കും. പിന്നെ അതിൻ്റെ ഭയങ്കര ആഡൊക്കെ. ഇത് മോട്ടൽ, ഈ ഗെയിമിൻ്റെ പേരെന്താ വെച്ചാൽ മോട്ടൽ സിമുലേറ്റർ എന്നാണ്. മോട്ടൽ സിമുലേറ്റർ സിമ്പിൾ ഗെയിമാണ്. ഓക്കെ, അപ്പോൾ 200 രൂപ നമുക്ക് പൊട്ടിക്കാം ഇതിന്. ഓക്കെ, പൊട്ടിച്ചു. ആ റൂം ചെയ്ത പോലെ തന്നെ ഇതിന് ഫുള്ള് വൃത്തിയാക്കാം ഗൈസ്. അതാണ് ഞാൻ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് തീർത്തു. ഇനി അടിച്ചു വരാം. അതും തീർത്തു. ഇനി ഇതുണ്ട് ഇവിടെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമുക്ക് പറ്റിയ പട്ടിന്ന് പറഞ്ഞാൽ. ഇത് നോക്കണേ, ഞാനത് നോക്കിയില്ല ഗൈസ്. പിന്നെ അടുത്ത് നമ്മൾ പെയിൻറ്റ് വാങ്ങിയിരിക്കണം ഗൈസ്. അപ്പോൾ പെയിൻറ്റ് ഏത് പെയിൻറ്റിലാണ്? വാൾ പെയിൻറ്റ്. അപ്പോൾ വാൾ പെയിൻറ്റ് അതിനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു 50 രൂപേൻ്റെ സാധനം മേടിച്ചേക്കാം. സോറി, ഓക്കെ, അതിൻ്റെ അത് മേടിച്ചിട്ടുണ്ട്. അത് വന്നിട്ടുണ്ടാവണം. പെട്ടെന്ന് പ്ലീസ് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, പെയിൻറ്റ് പുറത്ത് അടച്ച് ബാത്റൂം ഇതന്നെ വെച്ചിട്ടിങ്ങനായിട്ട് കണ്ടവിടെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തു. സാധനമാണ് നമുക്ക് ഗൈസ് അടിയിലിടുന്ന സാധനം വാങ്ങിയിട്ടുണ്ട്. ടൈല് വാങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിയിട്ടുണ്ട്. ഇനി അതെടുത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം ഗൈസ്. ഇവിടെ തന്നെ വീടും കാണാം ഗൈസ്. 2 സ്ഥലത്ത് ഒരേ പെയിൻ്റ് ഒക്കെ നമ്മൾ അടിക്കണമെന്നൊരു വൃത്തി തോന്നുന്നു അങ്ങനെ പറയുന്നത്. ഓക്കെ, മേടിക്കേണ്ടത് നമ്മൾ ഇതിനകത്ത് ഐറ്റംസ് നോക്കേണ്ടത്. സോ നമുക്കിത് മേടിക്കാം, കൈ എടുക്കാം. ഇരുന്നുണ്ടാവും. എന്തെങ്കിലും ക്യാഷ് കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ. ഇതാണ് പരിപാടിയല്ല, ഇതാണ്. ഓക്കെ, അടുത്തത് നിന്ന് ഇതിന് ഓപ്പൺ ചെയ്ത് ഇത് മേടിക്കണം കേട്ടോ.
ഇട്ട് കൊടുക്കണം. ബാത്റൂമിൽ ഒരേ സമയം ഇരിക്കും, അത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ്. അടുത്ത സ്ഥലം എന്താ നമ്മുടെ സോഫയാണ് ഗൈസ്. അപ്പോൾ ഒരു സോഫ മതിയായിരിക്കും ഗൈസ്. ഇത് ഒഴിവാണെന്ന് വെച്ചാൽ നെറ്റ് ഓൺ ചെയ്ത് ഗെയിം കളിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോഫ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓപ്പൺ. നമ്മളിവിടെ പ്ലേസ് സോഫ. ഓക്കെ, നമ്മളിപ്പോൾ 3-ാം ലെവലെത്തിക്കാം. സോഫ ഇവിടെ പ്ലേസ് ചെയ്ത് ഇനി അടുത്ത സാധനം. ഈ സാധനം ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അത് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യട്ടെ. മൊത്തം ആൾക്കാരാണ് പറയാം. ഞാൻ 2 വാങ്ങിയിരുന്നു ഗൈസ്. ഇന്നലെ പിന്നീട് സോറി ഇത് ചെയ്തു. അത് നമുക്ക് ഒരു ഡെസ്ക് വാങ്ങണം. അപ്പോൾ അബ്ബൈൻ്റെ ഡെസ്ക് വാങ്ങിയേക്കാം. ഡെസ്ക് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം എല്ലാ റൂമും. അപ്പോൾ ഞാനിനി എല്ലാ റൂമും ഓഫ് ക്യാമറ ഒക്കെ ഇരുന്ന് ചെയ്യാം പൈസ. എല്ലാം നിങ്ങളൊന്നും കാണിക്കുന്നില്ല. പൈസ ഈ ഒരു റൂം ചെയ്യുന്നത് മാത്രമേ ഞാൻ നിങ്ങൾ കാണിക്കുന്നുള്ളൂ പൈസ. അതിനുശേഷമുള്ളത് ഞാൻ കാണിക്കില്ല. ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോ നമ്മൾ ഓർഡർ ചെയ്തുമ്പോൾ ക്യാഷ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ അടുത്ത റൂം സെറ്റ് ചെയ്യണം. അത് പൈസ വേണ്ടിയാണ്. ഇത് ബാത്റൂം വരുന്നതാണ്. ഇതും പൈസ ചെയ്തു. അടുത്ത ക്ലോസ്ഡ് ആണ്. നമ്മൾ ക്ലോസ്ഡ് ഓൺ ചെയ്ത് നമ്മൾ ഇത് മേടിച്ചാൽ അപ്പോൾ അത് എടുക്കുക. അതും കൊണ്ടുവന്ന് അവിടെ പൈസ കഴിച്ച് ഇവിടെയായിട്ട് അവിടെ പൈസ. പിന്നെ മൈൻക്രാഫ്റ്റ് നമ്മൾ ഉടനെ ഇടുന്ന കേട്ടോ വീഡിയോസ്. 2 ദിവസം ഒന്ന് ഡിലേ ആക്കി തട്ടാറുണ്ട്. 2-3 ദിവസമായി കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് കേസ് മൈൻക്രാഫ്റ്റ് കിട്ടണം കേസ്. ബെഡാണ്. അപ്പോൾ ബെഡ് ഓർഡർ ചെയ്യാം. 2 ബെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബെഡ് എത്തിയിട്ടുണ്ടാവും. നിമിഷം കൊണ്ട് സാധനം എത്തും മിസ്. അതാണ് വേറെ പ്രത്യേകത. നമ്മളെന്താ വെയിറ്റ് ചെയ്യണ്ട. ബെഡ് പ്ലേസ് ചെയ്യണമെങ്കിൽ ഇടുന്നത് ഞാൻ. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്യാൻ ബെഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബെഡിനുള്ള കവറാണ്. ജസ്റ്റ് കവർ മാറ്റിട്ടുണ്ട്. പൈസ നല്ലോണം പൊട്ടുന്നുണ്ട് കേട്ടോ. ഇതിനുള്ള പൈസ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതും പ്ലേസ് ചെയ്തു. അടുത്ത എന്താണ് പില്ലറാണ്. 2 പില്ലർ ഓർഡർ. ഇതിന് 2 പില്ലോ ഓർഡർ ചെയ്തിട്ടുണ്ട്. കടോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് സെറ്റാണ് പൈസ. ശിവൻ ഇതൊരു അവൻ ഇറങ്ങിയ കേസ്. അതിന് ക്ലീൻ ചെയ്യണം. അതും പ്ലേസ് ചെയ്തു. ഇനി എന്താണ് ഗൈസ് റൂം റെഡി എന്ന് കാണിച്ചായിരുന്നു. സോറി കണ്ടതിന് റെഡി എന്ന് കാണിച്ചോടെ എനിക്ക് തോന്നി. നോക്കാം ഗൈസ്, നോക്കണം. ഒരു കള്ളം വരുന്നത്. കള്ളനുകൊണ്ട് ശല്യമായാലും കള്ളനവിടെ ഗൈസ്. കള്ളൻ കാരണം ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലൂടെ പട്ടാപ്പായിലൊക്കെ കള്ളന്മാർ വന്ന് വരികയാണെന്ന് ഭയങ്കര വേണ്ട. അവനെ നമ്മൾ കൊന്നിട്ടുണ്ട് കേസ്. ഈ
പാടില്ല കേസ് മരുന്ന് ഇരുന്നത് കഴിച്ചാണല്ലേ. നമ്മുടെ അടുത്ത റൂം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ആ റൂം നമ്മൾ സെയിൽ ചെയ്തു. ഇത് വൃത്തിയത് ഈ റൂം നമ്മൾ സെയിൽ ചെയ്യണം ഗൈസ്. എന്താണ് വൃത്തി ചെയ്യേണ്ടത്? ചേർന്ന് എവിടെയാണ് ഈ ഒരു വൃത്തിക്ക് ഫ്ലോർ? ഞാനത് ഈ ഫ്ലോർ എവിടെ കിടക്കറായിരുന്നു. ഇത് കംപ്ലീറ്റ് ഇതും കൂടെ ഒന്ന് കൊടുത്തേക്കാൻ രണ്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. പിന്നെ ഇതിനകത്തുള്ള റൂമുകളെല്ലാം ഞാൻ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് റൂമുകൾ ഗൈസ് സെറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇറക്കണം, സ്റ്റോർ തുറക്കണം, അതേപോലെ ജിമ്മ് തുറക്കണം. കുറേ പരിപാടിയുണ്ട്. കുറേ സാധനമുണ്ട് ഗൈസ്. എനിക്ക് ഈ വീഡിയോ ഇത് കളിക്കാൻ നല്ല ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസം ഗൈസ് കളിക്കാൻ വൈബാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഗൈസ്. അപ്പോൾ അടുത്ത പരിപാടി എനിക്കിട്ടുണ്ട്. ഇച്ചിരി മെനക്കെടാട്ടോ. പണിക്കാരെ നിർത്തിയില്ലെങ്കിൽ പെട്ട് കൊല്ലകാരം പറയാം ഗൈസ്. പെട്ടെന്ന് റൂം റെഡിയായി. ഓക്കെ, അപ്പം തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാൻ എല്ലാവർക്കും ബൈ. ഓക്കെ ഗൈസ്, ഇതും കൂടെ കൊടുത്തിട്ട് എന്താണ് ഇവിടെ പറയുന്നത്? ഓക്കെ, നമ്മളത് സെല് ചെയ്തിട്ടുണ്ട്. സെല്ലല്ല, സോറി, വേറെ എന്തോന്നാണ്. നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. റെൻ്റെന്നാണ് റെൻറ്റിന് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇവന്മാരൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ ഫ്രീ ആണ് കേസ്. അപ്പോൾ ഇവന്മാരൊക്കെ എടുക്കണമെങ്കിൽ പണിക്കാരൊക്കെ എടുക്കണം ഫ്രീ ആണെന്ന് തോന്നുന്നു. വീഡിയോസ് ഉണ്ടോ ആദ്യം തോന്നുന്നു. കുറച്ച് വീഡിയോസ് ഉണ്ടാകും കേസ്. വീഡിയോസ് കാണാൻ മാത്രമല്ല വേറെ തോന്നുന്നു കൂടി ചെയ്യണം കേസ്. സ്റ്റാഫ്സ് അതാണ്ട് 50 രൂപയ്ക്ക് സ്റ്റാഫിനെ കിട്ടും. ഒരുത്തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോന്നിനും ഓരോരോ ആൾക്കാരുണ്ട്. നമുക്ക് റൂംസിനുള്ളത് ഗിഫ്റ്റ് തോന്നുന്നില്ല. റൂമിലങ്ങനെ എടുത്ത ആൾക്കാരെ തോന്നുന്നു ഗിഫ്റ്റ് റൂമുള്ള തോന്നുന്നു. അവിടെ ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇവിടെ എംപ്ലോയി ഇല്ല. അപ്പോൾ റൂമിൻ്റെ ഇല്ലൊക്കെ എന്തോ അത് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ ഇത് അറിയാത്ത എന്തിൻ്റെ ആയിട്ടേന്ന്. നെക്സ്റ്റ് എപ്പിസോഡ് ബൈ ബൈ.